നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മനുഷ്യൻ ജീവിക്കാൻ ഏറ്റവും അധികം ഇന്ന് ഭയപ്പെടുന്നത് ആശുപത്രികളിലെ ചികിത്സാ ചെലവിനെ ഓർത്താണ്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ കൊള്ള അതിഭീകരം തന്നെ. ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, 3 ആശുപത്രികളിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എത്ര ചിലവ് വരുമെന്ന് തിരക്കി. 3 ആശുപത്രികളിലെയും റേറ്റിൻ്റെ വ്യത്യാസം കേട്ട് അദ്ദേഹം കണ്ണുമഞ്ഞളിച്ചു. ഒരാശുപത്രി പറഞ്ഞതിൻ്റെ നേർപകുതിയാണ് മറ്റൊരാശുപത്രി ആവശ്യപ്പെട്ടത്. അതിലും താഴെ മറ്റൊരാശുപത്രി. എന്തെങ്കിലുമൊക്കെ അസുഖം പിടിപെട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തിയാൽ പിന്നെ അവർക്ക് തോന്നുംപടി ചികിത്സ. അടിച്ചു കൊടുക്കുന്നത് ഒടുക്കത്തെ ബില്ലും. ഈ ബില്ലും ചുമന്ന് അവൻ്റെ ജീവിതം പിന്നെ അങ്ങ് തീരും. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നീക്കം നടത്തുന്നു. ഇത് വിജയിച്ചാൽ അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് നിയന്ത്രിക്കാൻ നിർണായക നീക്കവുമായി പാർലമെന്ററി സമിതി. ആശുപത്രികളിലെ മുറി വാടക നിരക്കിൽ അടിയന്തരമായ നിയന്ത്രണം കൊണ്ടുവരാൻ പാർലമെന്ററി സമിതി തീരുമാനമെടുത്തു. ബില്ലിംഗിൽ സുതാര്യത വരുത്തണമെന്നാണ് ശുപാർശ. രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ചികിത്സാ നിരക്കുകൾ ആശുപത്രികൾ വ്യക്തമാക്കണം. ചില ആശുപത്രികൾ ചികിത്സയ്ക്ക് അമിത നിരക്കാണ് ഈടാക്കുന്നത് എന്ന് പാർലമെന്ററി സമിതിയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഇത് പലപ്പോഴും ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള വലിയ തർക്കത്തിന് വഴിവെക്കും. രോഗികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ വൈകാൻ ഇതിടവരുത്തും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ അതിവേഗ ഓംബുഡ്സ്മാൻ സംവിധാനം വേണമെന്നും ആരോഗ്യ കുടുംബകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ പല നിലയിലാണ് മുറിവാടക ഈടാക്കുന്നത്. ചില ആശുപത്രികൾ സാധാരണ ഒരു മുറിക്ക് 10,000 മുതൽ 12,000 വരെയൊക്കെ ചാർജ് ഈടാക്കും. ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിനേക്കാൾ വലിയ ചാർജ്. ഒരേ മേഖലയിൽ ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ പോലും വ്യത്യസ്ത നിരക്കുകളിലാണ് ചാർജ് ഈടാക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ മാറ്റം കൊണ്ടുവരണമെന്ന് പാർലമെന്ററി സമിതി ശുപാർശ ചെയ്യുന്നു. സമീപത്തുള്ള 3 സ്റ്റാർ ഹോട്ടലുകളെക്കാൾ കൂടുതൽ മുറിവാടക ആശുപത്രികൾ ഈടാക്കാൻ പാടില്ല എന്ന് സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ ആശുപത്രികളിൽ ഇത് അടിയന്തരമായി നടപ്പാക്കണം. രാജ്യത്തെ പല നഗരങ്ങളിലും ഹോട്ടൽ മുറികളെക്കാൾ കൂടുതൽ വാടക ഇത്തരം ആശുപത്രികൾ ഈടാക്കുന്നു. മുംബൈയിലെ ഒരു പ്രമുഖ ആശുപത്രി ഒരു സിംഗിൾ റൂമിന് വാങ്ങുന്നത് 6,000 മുതൽ 12,000 രൂപ വരെ. ഈ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ മുറിവാടക 2,500 മുതൽ 4,500 വരെ മാത്രം. സർക്കാർ ആശുപത്രിയിൽ ഒരു ശരാശരി ആശുപത്രിവാസത്തിന് ചെലവാക്കേണ്ടി വരുന്ന പണം 6,631 രൂപ. എന്നാൽ ഇത് സ്വകാര്യ ആശുപത്രികളിലാകുമ്പോൾ 50,508 രൂപയായി ഉയരും. ശസ്ത്രക്രിയ, സർജന്റെ ഫീസ്, രോഗനിർണയം, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സ എന്നിവയ്ക്കുള്ള ചെലവ് ഏകീകരിക്കണമെന്നും ഇത് പ്രസിദ്ധീകരിക്കണമെന്നും പാർലമെന്ററി സമിതി ശുപാർശ ചെയ്യുന്നു. സങ്കീർണവും നീണ്ടു നിൽക്കുന്നതുമായ ചികിത്സയ്ക്ക് മുൻപ് ആശുപത്രികൾ രോഗിക്ക് ചികിത്സാ ചെലവിനെക്കുറിച്ചുള്ള വിശദ ധാരണ നൽകണം. പാർലമെന്ററി സമിതിയുടെ ഈ റിപ്പോർട്ട് ഇടുത്തിയായി മാറിയിരിക്കുന്നു ആശുപത്രി വ്യവസായത്തിന്. ആശുപത്രി കമ്പനികളുടെ ഓഹരികളിൽ വൻ ഇടിവാണ് ഇക്കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അപ്പോളോ ഹോസ്പിറ്റൽ, മാക്സ് ഹെൽത്ത് കെയർ, ഫോർട്ടിസ്, അപ്പോളോ തുടങ്ങിയ കമ്പനികളുടെ ഓഹരി വില ഇടിഞ്ഞു. ആശുപത്രി സേവന മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ആശുപത്രി ഇൻഡസ്ട്രി എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയായി കണ്ട് ഒട്ടനവധി ഗ്ലോബൽ കമ്പനികളാണ് ഇന്ത്യയിലേക്ക് കുതിച്ചെത്തുന്നത്. ഇന്ത്യയുടെ ഹോസ്പിറ്റൽ മാർക്കറ്റ് 2023 $100 ബില്യൺ എന്ന കണക്കിലായിരുന്നു. എന്നാൽ 2032 ഇത് $193 ബില്യൺ മൂല്യത്തിലെത്തും. എന്തുകൊണ്ടാണ് ആഗോള ഭീമന്മാർ ഇന്ത്യൻ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നത്? ജനസംഖ്യയുടെ വലുപ്പത്തിനനുസരിച്ച് ഹോസ്പിറ്റൽ ബെഡ്സും ഹോസ്പിറ്റൽ സൗകര്യങ്ങളും ഇന്ത്യയിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ വലിയ സാധ്യത ഒരു വ്യവസായമെന്ന നിലയിൽ ആശുപത്രി വ്യവസായത്തിനുണ്ട് എന്ന് ആഗോള ഭീമന്മാർ കണക്കുകൂട്ടുന്നു. ഇന്ത്യയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വളരെയേറെ വർദ്ധിക്കുന്നുവെന്നാണ് കണക്ക്. ക്യാൻസർ, കാർഡിയാക് ഡിസീസ്, ഡയബറ്റിക്സ്, കിഡ്നി ഡിസീസ് തുടങ്ങി ക്രോണിക് കണ്ടീഷൻസ് ഉള്ള ഒട്ടനവധി രോഗികൾ. അതുകൊണ്ട് തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക് വലിയ മാർക്കറ്റ് ഇന്ത്യയിൽ ലഭിക്കുന്നു. മുംബൈ, ഡൽഹി, ബംഗളൂരു പോലെ വൻ നഗരങ്ങളിൽ മാത്രമല്ല, ചെറിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഹോസ്പിറ്റൽ ശൃംഖലകൾ വളർത്തിയെടുക്കാനാണ് ഇപ്പോൾ ആഗോള ഭീമന്മാരുടെ ശ്രദ്ധ. ഇന്ത്യ വലിയ തോതിൽ മെഡിക്കൽ ടൂറിസത്തിന് പ്രചാരം കൊടുക്കുകയും ഇന്ത്യയിലെ ആശുപത്രികളിലേക്ക് മെഡിക്കൽ ടൂറിസത്തിന് നിരവധി
സന്ദർശകർ എത്തുകയും ചെയ്യുന്നു. KKR, ബ്ലാക്ക്സ്റ്റോൺ, ടെസ്മാക്, ഇക്വിറ്റി, ജനറൽ അറ്റ്ലാന്റിക്, അഡ്വന്റ് ഇന്റർനാഷണൽ, ക്വാൻട്രിയ ക്യാപിറ്റൽ, ICICI വെഞ്ചർ, CX പാർട്ട്നേഴ്സ് തുടങ്ങി നിരവധി ആഗോള ഭീമന്മാർ ഇന്ത്യൻ ആശുപത്രി വ്യവസായത്തിൽ ഇപ്പോൾ കണ്ണുവച്ചിരിക്കുന്നു. ഇവരിൽ ചിലർ ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളുടെ കൺട്രോളിംഗ് ഷെയർ ഇപ്പോൾ കൈവശപ്പെടുത്തി. 2022-24 കാലഘട്ടത്തിൽ ഇന്ത്യൻ ആശുപത്രി വ്യവസായത്തിലേക്ക് 39,918 കോടി രൂപയാണ് വിദേശത്ത് നിന്ന് ഒഴുകിയെത്തിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം KKR മെഡിക്കവർ ഇന്ത്യ ലയനമാണ്. മെഡിക്കവർ ഇന്ത്യയുടെ ഹോസ്പിറ്റൽ ശൃംഖല അതിശക്തമാണ്. $1.2 ബില്യൺ വാല്യുവേഷനാണ് ഇതിലുള്ളത്. മെഡിക്കവർ ഇന്ത്യക്ക് ഇന്ത്യയിലുള്ളത് ഏകദേശം 24 മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ. അതിശക്തമായ നെറ്റ്വർക്ക് ഇപ്പോൾ KKR കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ്. 2024 6,300 ബില്യൺ രൂപ വിപണി മൂല്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 2028 ആവുന്നതോടെ അത് 9,800 ബില്യൺ രൂപ വിപണി മൂല്യത്തിലെത്തും. ചുരുക്കത്തിൽ ഒരു വർഷം 12% ശക്തമായ സംയോജിത വളർച്ച. സ്വതന്ത്രമായും ഒറ്റയ്ക്കും പ്രവർത്തിക്കുന്ന ആശുപത്രികളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെ ലക്ഷ്യം. ഇത് സംയോജിതവും മത്സരപരവുമായ ഒരു ആരോഗ്യ മേഖല സൃഷ്ടിക്കുന്നു. കേരളത്തിൽ പണ്ട് നമ്മുടെ ചെറുനഗരങ്ങളും ഗ്രാമങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് നിരവധി ക്ലിനിക്കുകളും ചെറു ആശുപത്രികളും ഉണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാർ തുടക്കുന്ന ചെറു ആശുപത്രികൾ, അത്യാവശ്യ ചികിത്സയ്ക്ക് നമ്മളൊക്കെ ഓടിച്ചെല്ലുന്ന മിതമായ ഫീസ് വാങ്ങുന്ന ആശുപത്രി. എന്നാൽ അത്തരം ആശുപത്രികളുമൊക്കെ ഇപ്പോൾ വൻകിട ആശുപത്രികളുടെ വളർച്ചയിൽ കുത്തിയൊലിച്ചു പോയി. അപ്പോളോ ഹോസ്പിറ്റൽ, മാക്സ് ഹെൽത്ത് കെയർ, മണിപ്പാൽ ഹോസ്പിറ്റൽ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, മെഡാൻഡ എന്നിവയുൾപ്പെടെ പ്രമുഖ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നു. വിദേശ രാജ്യങ്ങളിലെ ചികിത്സാ ചെലവും വളരെ ഉയർന്ന തലത്തിൽ ഇപ്പോൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് മെഡിക്കൽ ടൂറിസം കൂടുതൽ ആകർഷകമാകുന്നത് ഇന്ത്യൻ ആശുപത്രി വ്യവസായത്തിൽ. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികമാണ് ചികിത്സാ ചെലവുകൾ. രസകരമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ ഇപ്പോഴത്തെ പരിണാമം. ആദ്യം തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ പ്രമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വൻകിട ആശുപത്രികൾ വരുന്നു. പിന്നീട് അവർ ഗ്രാമാന്തരങ്ങളിലൂടെ തങ്ങളുടെ ഫീഡർ ആശുപത്രികൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതോടെ ഗ്രാമങ്ങളിലും ചെറുനഗരങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന സാധാരണക്കാരുടെ ആശുപത്രികൾ അപ്രത്യക്ഷമായി തുടങ്ങി. ക്രമേണ ഈ വൻ കോർപ്പറേറ്റ് ആശുപത്രികൾ വിദേശ ഭീമന്മാർ കൈയടക്കുന്ന ഘട്ടത്തിലെത്തി. ആഗോള സ്വകാര്യ ഇക്വിറ്റി, സോവറിൻ വെൽത്ത് ഫണ്ടുകൾ, മാർക്യൂ സ്ഥാപന നിക്ഷേപകർ എന്നിവർ ഇന്ത്യൻ ആശുപത്രി വ്യവസായത്തെ ഏറ്റവും ആകർഷകമായ ഒരു നിക്ഷേപ പദ്ധതിയായി കണ്ടു. പരമ്പരാഗത ഡോക്ടർ പ്രൊമോട്ടഡ് മോഡലുകളിൽ നിന്ന് കേന്ദ്രീകൃതവും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളതുമായ ഒരു ആശുപത്രി ശൃംഖലകളിലേക്ക് അവർ കണ്ണുവച്ചു. കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യയുടെ മൊത്തം ആരോഗ്യ സംരക്ഷണ ഇടപാടുകളുടെ ഏകദേശം 40% ആശുപത്രികളും ആരോഗ്യ പ്രവർത്തന മേഖലയും ഇപ്പോൾ വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ. വരുന്ന ഒരു ദശകത്തിനുള്ളിൽ ആശുപത്രി വ്യവസായത്തിന് വേണ്ടത് $200 ബില്യൺ നിക്ഷേപമാണ്. ഇത് മുന്നിൽ കണ്ടാണ് ആഗോള ഭീമന്മാർ കേരളമടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ശ്രദ്ധ വെച്ചത്. 2024-നും 2022-നും ഇടയിൽ മാത്രം ഇന്ത്യൻ ആശുപത്രികൾ സ്വകാര്യ ഇക്വിറ്റിയിലും തന്ത്രപരമായ നിക്ഷേപങ്ങളിലും ഏകദേശം $5 ബില്യൺ സമാഹരിച്ചു. മണിപ്പാൽ ആശുപത്രിക്ക് 2023 ഉണ്ടാക്കിയ ഒരു കരാർ പ്രകാരം TPGയിൽ നിന്ന് ലഭിച്ചത് $2 ബില്യൺ. ഇതോടെ AMRI, സഖ്യാദ്രി തുടങ്ങിയ ആശുപത്രികൾ ഏറ്റെടുത്തുകൊണ്ട് മണിപ്പാൽ ഈ രംഗത്ത് വലിയ ഭീമനായി മാറി. ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു കരാറിലൂടെ കേരളത്തിലെ ബേബി മെമ്മോറിയൽ ആശുപത്രികളുടെ ഭൂരിഭാഗം ഓഹരികളും KKR എന്ന നിക്ഷേപ സംവിധാനം സ്വന്തമാക്കി. HCG ക്യാൻസർ കെയറിന്റെ ഭൂരിഭാഗം ഓഹരികളും KKR കൈവശപ്പെടുത്തി. ഇതിനിടയിൽ ബ്ലാക്ക്സ്റ്റോണും TPG പിന്തുണയുള്ള ക്വാളിറ്റി കെയറും ആസ്റ്റർ DM-മായി ലയിച്ചു. ഇതോടെ ആസ്റ്ററിന്റെ പ്രവർത്തനശേഷി 10,000-ലധികം കിടക്കകളുടെ ശക്തിയിലേക്ക് കയറി. അടിസ്ഥാന ജനസംഖ്യ ആരോഗ്യമല്ല,
മൂലധന ശേഖരണത്തിനാണ് ഇപ്പോൾ വൻകിട ആശുപത്രികൾ ശ്രദ്ധ വയ്ക്കുന്നത്. കോടിക്കണക്കിന് രൂപ നിക്ഷേപമിറക്കി ബ്ലാക്ക് സ്റ്റോൺ എന്ന ആഗോള ഭീമൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശുപത്രി പ്ലാറ്റ്ഫോമുകൾക്ക് ഇപ്പോൾ രൂപം നൽകുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഹിംസ് ഹെൽത്തിന്റെ 80% ഓഹരിയായ കെയർ ഹോസ്പിറ്റൽസ് ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തു. ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റായി കേരളം മാറിയിരിക്കുന്നു. 2023 ഒക്ടോബർ മുതൽ 2025 വരെ കേരള ഹെൽത്ത് കെയർ സെക്ടറിൽ $700 മില്യൺ നിക്ഷേപമാണ് വന്നത്. KKR, ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങിയ ആഗോള ഭീമന്മാരുടെ 10 ഇടപാടുകൾ. ചുരുക്കത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രി സ്വന്തമാക്കുക മാത്രമല്ല ഇവരുടെ ലക്ഷ്യം, മറിച്ച് ഇത്തരമൊരു ആശുപത്രിയെ തങ്ങളുടെ നങ്കൂര ആശുപത്രിയാക്കി മാറ്റി ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽ സൃഷ്ടിച്ചെടുക്കുക. ചുരുക്കത്തിൽ ആഗോള ഭീമന്മാർ കൈവച്ചതോടെ ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം വേറൊരു തലത്തിലേക്ക് ഉയർന്നു. മത്സരാധിഷ്ഠിത ലോകം. അവിടെ വലിയ ചികിത്സാ ചെലവ് ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമായി. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഈ മേഖലയിൽ അനിവാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളും ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. പ്രാദേശികമായി സർക്കാർ തലത്തിലുള്ള ആശുപത്രികളെ കൂടുതൽ ശക്തിപ്പെടുത്തി പ്രാദേശിക തലത്തിലുള്ള ഇത്തരം ആഗോള ഭീമന്മാരുടെ ഇടപെടലുകളെ തകർക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.